കിടന്നാൽ നല്ലൊരു ഉറക്കം കിട്ടാൻ പാടുപെടുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ഓൺലൈൻ കൺസൾട്ടേഷന് ഒരുപാട് കോൾസ് വരുന്നൊരു കണ്ടീഷൻ തന്നെയാണ് ഇൻസോംനിയ അല്ലെങ്കിൽ ഉറക്കക്കുറവ് എന്നുള്ളത്. നമുക്ക് എന്തുകൊണ്ടാണ് ഉറക്കക്കുറവ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചില ടിപ്സിലൂടെയൊക്കെ എങ്ങനെ ഉറക്കം കൃത്യമായിട്ട് എടുക്കാം എന്നൊക്കെ നമുക്ക് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഇൻസോംനിയ എന്ന് പറയുന്നത് പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഇൻസോംനിയ എന്ന് പറയുന്നത് ഒരു 3 മാസത്തിന് താഴെ മാത്രം ഉറക്കം കിട്ടാതെ വരുന്ന കണ്ടീഷൻ. അതെന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അപ്പോൾ ഉണ്ടാകുന്ന പനിയോ അല്ലെങ്കിൽ മറ്റ് അസുഖങ്ങളോ, ചിലരുടെ യാത്രകളോ, ചിലരുടെ പെട്ടെന്നുണ്ടാകുന്ന നഷ്ടപ്പെടലോ, അങ്ങനെ പല കാരണങ്ങൾക്കുണ്ടാവാം. ക്രോണിക് ആയിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ 3 മാസത്തിലും കൂടുതലായിട്ട് നിൽക്കുന്ന ഉറക്കക്കുറവുകളെയാണ് പറയുക. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ വളരെയധികം അത്യന്താപേക്ഷികമായ ഒന്ന് തന്നെയാണ്. ഒരു കുഞ്ഞു കുട്ടികൾ, ഒരു ന്യൂ ബോൺ ആണെങ്കിൽ ഒരു 16 മണിക്കൂറെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുക. നമ്മൾ തന്നെ പറയാറുണ്ട്, ഇപ്പോൾ ഉണ്ടായ കുഞ്ഞുങ്ങളാണെങ്കിൽ നല്ലപോലെ ഉറങ്ങട്ടെ, എന്നാലേ നല്ലപോലെ വളർച്ചയൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ്. ഒരു ടീനേജൊക്കെ എത്തുമ്പോൾ ഒരു 9 മുതൽ 10 മണിക്കൂറെങ്കിലും വേണം. ഒരു അഡൽട്ട് ആയിക്കഴിഞ്ഞാൽ ഒരു 7 മുതൽ 8 മണിക്കൂർ അത്രയെങ്കിലും കൃത്യമായിട്ട് ഉറക്കം വേണം. ഈ കൃത്യമായ ഉറക്കം വേണം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ ബോഡി എല്ലാം ഒന്ന് റെസ്റ്റിലേക്ക് പോകുന്നത്. ബാക്കി ഫുൾ ടൈം ബോഡിക്ക് ഫങ്ഷൻസ് ഒരുപാട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറും കുറച്ചെങ്കിലും ഒന്ന് റെസ്റ്റ് എടുക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. ഈ ഒരു ടൈമിൽ നമ്മുടെ തലച്ചോറിന് സൈറ്റോകൈൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. ഇത് നമ്മുടെ ബോഡി മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകൾ കുറയ്ക്കുന്നു, മൊത്തത്തിൽ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പല അസുഖങ്ങളെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ പല രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നെന്ന് പറയുന്നത് കൃത്യമായ ഉറക്കമാണ്. ഈ ഉറക്കം കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് മെലറ്റോണിൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞ ഒരു പീനിയൽ ഗ്രന്ഥിയുണ്ട്. നമ്മൾ ബാത്റൂമിൽ പോകുക, അല്ലെങ്കിൽ നമ്മൾ രാവിലെ എണീക്കുക, നമ്മൾ ഉറങ്ങുക എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം കൃത്യസമയത്ത് നടത്തുന്നത് ഈ ഒരു ബയോളജിക്കൽ ക്ലോക്കാണ്. ഇതിൻ്റെ ഒരു പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കമൊക്കെ കുഴപ്പമില്ലാതെ തന്നെ നടക്കാം. കൃത്യസമയത്ത് രാവിലെ എണീക്കുക അല്ലെങ്കിൽ കൃത്യസമയത്ത് ഉറങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഉറക്കം കൃത്യമല്ലാതെ രാവിലെ ഒരു ദിവസം എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തലവേദനയായിട്ടായിരിക്കും ചിലപ്പോൾ എണീക്കുക. അതൊരു ദിവസത്തെ മൊത്തം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ പഠിക്കാൻ അവരെ ബാക്കൗട്ട് ആവുക, ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അവരെ ഓഫീസിലെ വർക്ക് പെൻഡിങ് ആവുക, ഇതൊക്കെ ഉറക്കം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പം ഉറക്കം നമ്മുടെ ലൈഫിൽ വലിയൊരു സ്ഥാനമുള്ളത് കൊണ്ട് തന്നെ ഉറക്കക്കുറവ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ടിപ്സ് ഉണ്ടെന്ന് ആദ്യം തന്നെ നോക്കാം. ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ഒക്കെ ചായയോ കാപ്പിയോ ഒക്കെ കുടിക്കുന്ന ഒരു ശീലമുള്ളവരാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് ശേഷം മാക്സിമം നിങ്ങൾ കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ചായയും കാപ്പിയൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഉറക്കക്കുറവിൻ്റെ ബുദ്ധിമുട്ട് കുറയുന്നതായിട്ട് കാണാം. നമ്മൾ പഠിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കുടിക്കുന്ന ഒന്നാണ് കാപ്പി. അപ്പോൾ നിങ്ങൾ മാക്സിമം ആ ഒരു ഡ്രിങ്ക്സ്, കഫീനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി ഉറക്കം കിട്ടാത്തവരാണെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപേ ഒന്ന് പോയി ദേഹമെങ്കിലും ഒന്ന് കഴുകി കുളിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിനേക്കാളും നമ്മുടെ ശരീരത്തിന് ഒരു 2 ഡിഗ്രിയിൽ കുറയുമ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉറക്കം വരും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കാലെങ്കിലും കഴുകാൻ പറയും. ആ ഒരു തണുപ്പ് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ ബോഡി മൊത്തത്തിലൊന്ന് റിലാക്സ് ആവും, നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് കാലെങ്കിലും കഴുകാൻ വേണ്ടി പറയുന്നത്. ഇതും ഉറക്കം കിട്ടാൻ വേണ്ടി നല്ലൊരു ടിപ്പാണ്. അതുപോലെ നമുക്ക് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വൈകുന്നേരം വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പം രാവിലെയൊക്കെ എണീറ്റ് ഓഫീസിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് വൈകുന്നേരം കുറച്ച് ഒരു അരമണിക്കൂറെങ്കിലും നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ വ്യായാമങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി ഫ്രീ ആവും. കാരണം വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് അല്ലെങ്കിൽ എൻഡ്രോഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകുന്നുണ്ട്. ഈ ഹോർമോൺ നമ്മുടെ ശരീരം മൈൻഡൊക്കെ ഹാപ്പി ആയിട്ട് നിർത്താൻ വേണ്ടി സഹായിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ചും കൂടി മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ഉറക്കം കിട്ടുന്നതായിട്ട് കാണാം. ഇനി ഒരുപാട് പേര് നമ്മുടെ അടുത്ത് വരുന്ന ഒരു പേഷ്യൻസൊക്കെ പറയുന്നതാണ്, ഞാൻ ഉറക്കം കിട്ടാത്തത് കൊണ്ട് TV-യോ ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ബേസിക്കലി ഞാൻ ആദ്യം തന്നെ അവരോട് പറയാറുള്ളത്, നിങ്ങൾ ഉറക്കം വരാത്തത് TV ഫോണും കാണുന്നത് നിങ്ങളുടെ ഉറക്കത്തെ വീണ്ടും വീണ്ടും വൈകിക്കുകയുള്ളൂ. കാരണം നമ്മൾ TV-യും ഫോണോ അല്ലെങ്കിൽ എന്ത് ഗാഡ്ജറ്റ്സ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ടൈമിൽ നമ്മുടെ തലച്ചോറും അല്ലെങ്കിൽ നമ്മുടെ മറ്റ് പല ബോഡി പാർട്സും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ചെവി പ്രവർത്തിക്കുന്നുണ്ട്, നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവയൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഉറക്കത്തിലോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ കണ്ണിലേക്ക് ലൈറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ നടക്കത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുമ്പോൾ ഉറക്കം വരാത്തത്. എപ്പോഴും ഉറക്കം കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ ഉറങ്ങാൻ വിചാരിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുക, ബാക്കി ലൈറ്റ്സൊക്കെ ഓഫ് ചെയ്യുക. റൂമിലൊക്കെ കംപ്ലീറ്റ്ലി ഡാർക്ക് ആണെങ്കിൽ മാത്രമേ കൃത്യമായിട്ടൊരു ഉറക്കം കിട്ടുള്ളൂ. അപ്പം അതുകൂടി നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു മ്യൂസിക് അങ്ങനെയൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ ആ ഒരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിന് മുമ്പ് ലൈറ്റായിട്ടുള്ള പാട്ടുകൾ കേൾക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീച്ച്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കഥ അങ്ങനെയൊക്കെ നിങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫോണിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ മാക്സിമം നിങ്ങൾ ഫോൺ വേറെ എവിടെയെങ്കിലും മാറ്റി വെച്ചതിന് ശേഷം
മാത്രം അത് കേൾക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കിടന്നിട്ട് ഒന്നും ഉറക്കം വരുന്നില്ല എങ്കിൽ നിങ്ങൾ നല്ലപോലെ നീണ്ടു നിവർന്ന് നിവർത്തി കിടന്നുറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനായിട്ട് നിവർന്ന് കിടന്നതിന് ശേഷം നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബോഡി തന്നെ നിങ്ങളൊന്ന് കൺട്രാക്ട് ചെയ്യുന്ന ഒരു മുറുകി പിടിക്കുന്ന പോലെ നോക്കുക. എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് ഇട്ട് ബോഡി റിലാക്സ് ചെയ്യുക. ഇങ്ങനെ ഒരു 10 തവണ ചെയ്യുമ്പോൾ തന്നെ, ഈ ഒരു പ്രാണായാമം തന്നെ ഒരു 10 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ എന്തായാലും തന്നെ ഉറങ്ങാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം മിക്കവാറും ഈ ഒരു ടിപ്പുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മിക്കവാറും ഉറക്കം കിട്ടാറുണ്ട്. ഇനി ഇതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉറക്കം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെൻ്റൽ ആൻസൈറ്റിയോ ടെൻഷനോ ഒക്കെ ഉണ്ടാവും. അപ്പം പ്രധാനമായിട്ടും ഉറക്കം കിട്ടാത്തവർ പറയുന്ന ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നാലേ ഉറക്കം കിട്ടുന്നില്ല. ചില ആൾക്കാരാണെങ്കിൽ കിടക്കുമ്പോൾ അങ്ങ് ഉറക്കും, പിന്നെ ഉറക്കത്തിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡാണ്. ചില ആൾക്കാർ പറയുന്ന ഒരു പ്രശ്നം, രാവിലെ വെളുപ്പിന് 3 മണിക്കോ 4 മണിക്കോ ഒക്കെ അങ്ങ് എണീറ്റ് പോവുകയാണ്, ഉറക്കം തീരെയില്ല. ഇങ്ങനെ പല കൂട്ടരാണ് ഈ ഉറക്കം കിട്ടാത്ത പ്രശ്നം പറയുന്നത്. അപ്പം പ്രധാനമായി ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങൾ ചെയ്താൽ തന്നെ ഉറക്കം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ ഒരു മെൻ്റൽ ആൻസൈറ്റി ഉണ്ട്. അപ്പം അത് നിങ്ങൾ എന്താണെന്ന് റൂൾ ഔട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം അത് നിങ്ങൾ സോൾവ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഉറക്കം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ ഒക്കെ ഉള്ളവരാണെങ്കിൽ യോഗ, മെഡിറ്റേഷനൊക്കെ പോവുക. അതൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആവുന്നുണ്ട്. രാവിലെ എണീക്കുമ്പോൾ അല്ലെങ്കിൽ വൈകിട്ട് ഒരു മോർണിംഗ് വാക്കിന് ഒക്കെ പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ കുറച്ചും കൂടി ഹാപ്പി ആയിട്ടിരിക്കും. കുറച്ചുകൂടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ ഹാപ്പി ആയിട്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉറങ്ങാനൊക്കെ പറ്റും. ഈ പറഞ്ഞ ടിപ്പിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഈ ഉറക്കത്തിനോടൊരു ബന്ധമുണ്ട്. നമ്മൾ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും, ഉച്ചയ്ക്ക് അത്യാവശ്യം കഴിക്കും, രാത്രി നല്ല ഹെവി ആയിട്ട് കഴിക്കും, കഴിച്ച ഉടനെ അങ്ങ് കയറി കിടക്കുകയും ചെയ്യും. അപ്പോൾ വയറ് നിറഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഡൈജഷൻ പ്രോസസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം നമ്മുടെ ആമാശയം എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആമാശയം വർക്ക് ചെയ്യണമെങ്കിൽ ബ്രെയിനും മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കംപ്ലീറ്റ്ലി അവർ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതോടൊപ്പം തന്നെ ഇങ്ങനെ പെട്ടെന്ന് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് നെഞ്ചരിച്ചിൽ, പുളിച്ച് തേട്ടൽ, അസിഡിറ്റിയുടെ പ്രശ്നം പെട്ടെന്ന് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ പുളിച്ച് തേട്ടലും അസിഡിറ്റി ഒക്കെ ഉള്ളത് കൊണ്ട് ഏമ്പക്കം വരുന്നു, ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നു, നമുക്ക് കിടക്കാനേ പറ്റില്ല. അപ്പം നിങ്ങൾ എപ്പോഴും ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും നിങ്ങളുടെ ഡിന്നർ കഴിഞ്ഞിരിക്കണം. എപ്പോഴും ഡിന്നർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ആയിരിക്കണം. തീരെ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരത്തില്ല. അപ്പം ഒരു മൈൽഡായിട്ട് ഒരു സാലഡായിട്ടോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ളതും ഒരുപാട് ഓയിലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഡിന്നർ മാക്സിമം ആ ഒരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ആമാശയം കൃത്യമായിട്ട് ഫങ്ഷനിങ് ചെയ്ത് ആ ഒരു 2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ ഡൈജഷനൊക്കെ കംപ്ലീറ്റ് ആവും. ഡൈജഷനൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാനും പറ്റും. ഇനി വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്രയും ഉറക്കം കിട്ടാത്തവരാണെങ്കിൽ കിടക്കുന്നതിനൊരു 5-10 മിനിറ്റ് മുൻപ് ചെറു ചൂട് പാൽ ഒരു 1/2 ഗ്ലാസ്സെങ്കിലും കുടിച്ചിട്ട് കിടക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഉറക്കം കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾ വൈകിട്ട് കുളിക്കുന്നതിന് മുൻപൊക്കെ എണ്ണ നല്ലപോലെ ദേഹത്ത് തേച്ചിട്ട് നല്ല ചെറിയ രീതിയിൽ ഒരു മസാജൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ഉറക്കം കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു കുട്ടികൾ ഉണ്ടാവുന്ന കുട്ടികളൊക്കെ നമുക്കറിയാം, എണ്ണ തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവർ സുഖമായിട്ട് കിടന്നുറങ്ങുന്നത്. ആ ഒരു പ്രോസസ്സ് നമുക്ക് അഡൽസിനും ഫോളോ ചെയ്യാവുന്നതാണ്. ചെറിയ ചൂട് വെള്ളത്തിൽ അല്ലെങ്കിൽ എണ്ണയൊക്കെ തേച്ച് ഒന്ന് ചെറിയ മസാജൊക്കെ ചെയ്ത് കിടക്കുകയാണെങ്കിൽ, ആ ഒരു ടൈമിൽ കിടക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഉറക്കം കിട്ടുന്നതായിട്ട് കാണാം. ഈ ഉറക്കം കിട്ടായിക എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. അപ്പം കംപ്ലീറ്റ്ലി രാത്രി ഉറക്കം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ആ ഒരു മെൻ്റൽ സ്ട്രെസ്, മൂഡ് സ്വിങ്സ് ഒക്കെ കാണിക്കാറുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ പഠനത്തിനെ ബാധിക്കാറുണ്ട്, അവർ അക്കാഡമിക് പ്രോസസ്സിനെയൊക്കെ ബാധിക്കും. പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, തലവേദന അല്ലെങ്കിൽ ഓക്കാനം, ഛർദ്ദിൽ പോലെയുള്ള ബുദ്ധിമുട്ട്, മൈഗ്രെയിൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണാം. കൃത്യ ടൈമിൽ ഉറങ്ങാൻ വേണ്ടി ആദ്യമേ കുഞ്ഞു കുട്ടികളെ ശീലിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം മൈഗ്രെയിൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ വന്നാൽ അവർക്ക് മറ്റ് കണ്ടീഷൻസിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുപോലെ തന്നെ കോളേജിലാണെങ്കിലും ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അങ്ങനത്തെ മെൻ്റൽ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉറക്കം കിട്ടാത്തതുകൊണ്ട് ഉണ്ടായി വരും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കാരണങ്ങളെയൊക്കെ ബാധിക്കുന്ന പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും ബാധിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണ്, ചെവി അല്ലെങ്കിൽ മറ്റ് എല്ലാ ഓർഗൻസിനെയും ഇത് ബാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് മറ്റ് പല രോഗങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ഇൻസുലിനീമിയ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസ് വരാൻ ചാൻസ് ഉണ്ട്. ഇൻസുലിൻ റെസിസ്റ്റൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ വരുന്നത് കാണാം, ഇങ്ങനെ ഉറക്കമൊന്നും ശരിയല്ലാതെ വരുന്നത്. ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ പ്രമേഹ രോഗികളാവുന്നു. സ്ത്രീകളുടെ കേസിലെ, പെൺകുട്ടികളുടെ കേസിലാണെങ്കിൽ PCOD പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. PCOD പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പീരീഡ്സ് ഒക്കെ താളം തെറ്റുന്നു. അത് നമ്മൾ വേറെ ട്രീറ്റ് ചെയ്യാൻ പോകണം. അതൊക്കെ നമുക്ക് വേറെ വേറെ പ്രശ്നങ്ങളോട് പോകും. അത് ഫൈനലി ഒരു ഇൻഫെർട്ടിലിറ്റി കേസിലോട്ട് വരെ പോവാം. അപ്പം ഉറക്കമാണ് അവിടെ ബേസിക് കോസ്. അപ്പോൾ അത് വേണ്ടി നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുക. ചെറിയ പിള്ളേരുടെ കയ്യിലേക്ക് എടുക്കുകയാണെങ്കിൽ ഉറക്കം കൃത്യമല്ലാതെ വരുമ്പോൾ അവർക്ക് അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം കൃത്യമല്ലാതെ വരുന്നത് കൊണ്ട് തന്നെ ഫിറ്റ്സ്, എപ്പിലെപ്സി പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്.
അപ്പം ബേസിക് ആയിട്ട് എല്ലാ ന്യൂറൽ കംപ്ലയിൻസിനും നമ്മൾ പറയുന്നത് നല്ല രീതിയിലുള്ള ഉറക്കമാണ്. ഏത് ഡോക്ടറെ അടുത്ത് ചെന്നാലും ഏതൊരു കണ്ടീഷൻ ആണെങ്കിലും നമ്മൾ പറയുന്ന ബേസിക് നീഡ് എന്ന് പറയുന്നത് നല്ല ഉറക്കം, നല്ല ഭക്ഷണം, നല്ലൊരു വ്യായാമം. ഇതുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തിയാണ്. ബയോളജിക്കൽ ക്ലോക്ക് അതിന് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി ശീലിക്കണം. കൃത്യമായ ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. കൃത്യമായ ഉറക്കം ഉണ്ടെങ്കിൽ ഏതൊരു രോഗവും നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. ഇപ്പോൾ ഫാറ്റി ലിവർ സിറോസിസ് പോലെയുള്ള വലിയ വലിയ കണ്ടീഷൻസ് പോലും റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഇപ്പോൾ പല ആൾക്കാരും പറയുന്നതാണ് മുട്ടുവേദന, സന്ധിവേദന, ഇതൊക്കെ നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ. നമ്മൾ ഉറക്കം ഒരു പാറ്റേണിൽ കൃത്യമായി കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ഒരു വേദന തന്നെ അവർക്ക് കുറയുന്നതായിട്ട് തോന്നും. ആ ഫൈബ്രോമയോളജിയെ പോലെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബേസിക്കായിട്ട് ഉറക്കം മാനേജ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ ഫോളോ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഒക്കെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കണം. കൃത്യമായിട്ട് മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം കറക്റ്റായിട്ട് വരും. കറക്റ്റായിട്ട് ഒരു ഉറക്കം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിരിക്കും, മെൻ്റലി നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാനും പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി.